നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ തുടങ്ങല്ലേ. ഇന്നാണ് നമ്മൾ കാത്തിരുന്ന ദിവസം. IPLൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ RCBയും SRHും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു വമ്പൻ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ തംബ്നെയിലിൽ വിജയത്തുടക്കമിടാൻ RCB എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ തന്നെ SRH തോൽക്കുന്നതാണോ പറഞ്ഞത്? അല്ല, അത് തംബ്നെയിൽ ഷോട്ടാക്കിയപ്പോൾ ഒരു ടീമിൻ്റെ പേരങ്ങ് ഒഴിവാക്കിയതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് പറയാനല്ലേ വീഡിയോ ഒക്കെ എടുക്കുന്നത്. രണ്ട് ടീമും ഇന്നത്തെ മത്സരത്തിൽ ഒരു വമ്പൻ പോരാട്ടം നടത്തി വിജയിച്ച് കയറുക എന്ന ലക്ഷ്യത്തിൽ ഇറങ്ങുന്നു. ഒരു കിടിലൻ തുടക്കം തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കളി നടക്കുന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. റൺ ഒഴുകുമെന്നാണ് പ്രതീക്ഷ. രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസ് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുന്നു. പ്രോബിൾ 12 അല്ലെങ്കിൽ പ്രോബിൾ 11 എങ്ങനെയാവും നോക്കാം. ആദ്യം നമ്മൾ RCBയുടെ കാര്യത്തിലേക്ക് പോയാൽ അവരുടെ ടോപ്പ് 5 വളരെ കൃത്യമായി സെറ്റിൽഡ് ആണെന്ന് തോന്നും. അതായത് അവരുടെ ബാറ്റർമാർ വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ഇതിങ്ങനെ തന്നെ മാറ്റങ്ങളില്ലാതെ ഇവർ തന്നെയാണ് ഇറങ്ങാൻ സാധ്യത. അതേസമയം വിദേശ താരങ്ങൾ ആരൊക്കെ കളിക്കുമെന്നുള്ളത്, സാൾട്ട് എന്തായാലും കളിക്കും, പിന്നെ റൊമാരിയോ ഷെഫേർഡും ആദ്യ ലെവലിൽ ഉണ്ടായിരിക്കും. പക്ഷേ ബെത്തലിൻ്റെ കാര്യത്തിൽ ബെത്തൽ ഓർ ടിം ഡേവിഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബെത്തൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ബൗൾ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ എക്സ്റ്റെൻഡഡ് ഫീൽഡിംഗ് ഡ്രില്ല് അദ്ദേഹത്തിന് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് അദ്ദേഹം കളിക്കാനുള്ള സാധ്യതയാണ്. അദ്ദേഹം കളിക്കുകയാണെങ്കിൽ ടീം ഡേവിഡ് പുറത്തിരിക്കും. അത്തരം ഒരു നീക്കത്തിലേക്ക് RCB പോകുമോ എന്നുള്ളതാണ് കാണുന്നത്. ടീം ഡേവിഡ് തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിൽ വൺ ഓഫ് ദി സ്റ്റാർസ് ആയിരുന്നല്ലോ. സോ അദ്ദേഹത്തെ പുറത്തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ RCB വിത്തൗട്ട് ഡേവിഡ് ഇറങ്ങുന്നു എന്ന സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ ബെത്തലിൻ്റെ ഇപ്പോഴത്തെ ഫോം അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ കൃണാൽ പാണ്ഡ്യ, ഇന്നലെ അദ്ദേഹം അത്രയധികമൊന്നും പ്രാക്ടീസ് സെഷനിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടില്ല. എങ്കിലും കൃണാൽ കളിക്കുമെന്ന് തന്നെ കരുതാം. അങ്ങനെയെങ്കിൽ RCBയുടെ ഒരു 11, ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോഷ് ഹേസൽവുഡ് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇന്ന് കളിക്കില്ല എന്ന് ഇന്നലെ ആൻഡി ഫ്ലവർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കൺഫേം ചെയ്തതാണ്. അപ്പോൾ ഹേസൽവുഡ് ഇല്ല. അപ്പോൾ ഡഫി എന്തായാലും ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ 12 വിരാട് കോഹ്ലി, ഫിൽ സാൾട്ട്, ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ടോപ്പ് 5 സെറ്റാണ്. പിന്നാലെ ജേക്കബ് ബെത്തൽ ഓർ ടിം ഡേവിഡ്, സൂചനകൾ ജേക്കബ് ബെത്തൽ കളിച്ചേക്കുമെന്നുള്ളതാണ്. ദെൻ റൊമാരിയോ ഷെഫേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, സുയാഷ് ശർമ്മ, നമ്പർ 11 ജേക്കബ് ഡഫി, റാഷിദ് സലാമിനെ അവർ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഉപയോഗപ്പെടുത്തിയേക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഉപയോഗപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ RCB ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, ബൗൾ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ബാറ്റർ പുറത്തിരുന്നിട്ട് റാഷിദ് സലാം കളിക്കുകയും പിന്നെ ബാറ്റർ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങുകയും ചെയ്യുന്ന രൂപത്തിലായിരിക്കും അവർ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. SRHൻ്റെ ഭാഗത്ത് ഇന്നലെ വെട്ടോറി കൺഫേം ചെയ്തൊരു കാര്യമുണ്ട്. ഹെൻറി ക്ലാസൻ നമ്പർ 4 ബാറ്റ് ചെയ്യും എന്നുള്ളത്. പാറ്റ് കമിൻസ് എന്തായാലും തുടക്കത്തിലെ മത്സരങ്ങൾ കളിക്കുന്നില്ല. ബാറ്റ് ചെയ്യാൻ വേണ്ടി ഹെൻറി ക്ലാസൻ നമ്പർ 4 ഉണ്ടാവും. പിന്നെ SRHൻ്റെ ടോപ്പ് 4 ഇഷാൻ കിഷൻ, അഭിഷേക്, ഹെഡ്, ക്ലാസൻ ഇങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിൽ നിന്ന് മനസ്സിലാക്കാൻ. പിന്നെ സെലിൽ അറോറ മികച്ച ഫോമിലാണ്. അദ്ദേഹം ഇന്ന് IPL ഡെബ്യൂ നടത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനികേത് വർമ്മയും ഹർഷ് ദ്യൂബയും കളിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം SRHനെ സംബന്ധിച്ചിടത്തോളം ഇസാൻ മലിംഗയെ കളിപ്പിക്കണോ ലിയാം ലിവിങ്സ്റ്റനെ കളിപ്പിക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമാണുള്ളത്. ലിവിങ്സ്റ്റൺ ഇന്നലെ നെറ്റ്സിൽ അത്രയധികം ഒന്നും ബാറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അതേസമയം അതിന് തൊട്ട് മുമ്പത്തെ ദിവസം അദ്ദേഹത്തിന് ഒരു ലോങ് സെഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. മലിംഗ ഈ 2 ദിവസത്തിലും ബൗൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ മലിംഗ വരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ SRHൻ്റെ ഒരു പ്രോബിൾ 12ലേക്ക് പോയാൽ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഹെൻറി ക്ലാസൻ, നിതീഷ് കുമാർ റെഡ്ഡി, ലിയാം ലിവിങ്സ്റ്റൺ ഓർ ഇസാൻ മലിംഗ, ദെൻ സെലിൽ അറോറ, ദെൻ അനികേത് വർമ്മ, ഹർഷ് ദ്യൂബെ, ബ്രൈഡൻ കാർസ്, ഹർഷൽ പട്ടേൽ, നമ്പർ 12 ജയദേവ് ഉനദ്കർ. അത് ഇമ്പാക്ട് സബ് അതനുസരിച്ച് ഉപയോഗപ്പെടുത്തും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും വെടിക്കെട്ട് ബാറ്റർമാരുണ്ട്. ട്രാവിസ് ഹെഡും അഭിഷേകും ചേർന്നുള്ള ഒരു കിടിലൻ തുടക്കം. പിന്നാലെ ഇഷാൻ കിഷൻ, പിന്നാലെ ഹെൻറി ക്ലാസൻ, ദെൻ നിതീഷ് കുമാർ റെഡ്ഡി, പിന്നെ ലിയാൻ ലിവിങ്സ്റ്റൺ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇസാൻ മലിംഗ അല്ല, ലിയാൻ ലിവിങ്സ്റ്റൺ ആണ് കളിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു പവർഫുൾ ടോപ്പ് 6 ഇപ്പുറത്തെ SRHനുമുണ്ട്. മറുഭാഗത്ത് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഫിൽ സാൾട്ട്, വിരാട് കോഹ്ലി, ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, ഇങ്ങനെയുള്ള വമ്പൻ താരങ്ങൾ അപ്പുറത്തുമുണ്ട്. സോ സൂപ്പർ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത്. കാത്തിരിക്കാം ആര് ജയിക്കുമെന്നറിയാൻ വേണ്ടി. ഇപ്പോൾ പിച്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സെൻട്രൽ വിക്കറ്റിലാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത്. ഹിസ്റ്റോറിക്കലി ഹൈ സ്കോറിംഗ് വരാറുള്ള പിച്ചാണ്. പക്ഷേ കഴിഞ്ഞൊരു 10 മാസക്കാലമായിട്ട് ഇവിടെ കളിയൊന്നും നടന്നിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ പിച്ച് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. നല്ല ചൂടാണ് ബംഗളൂരുവിൽ, അൺയൂഷ്വൽ ആയിട്ടുള്ള ചൂടാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് അനുഭവപ്പെടുന്നത്. സോ ഒരു ഹൈ 20 ഡിഗ്രി റേഞ്ചിൽ, മിഡ് ഓർ ഹൈ 20 ഡിഗ്രി റേഞ്ചിൽ നമ്മൾ ചൂട് പ്രതീക്ഷിക്കണം.
ആൻഡി ഫ്ലവർ പറയുന്നത് ഈവനിങ്ങിൽ വലിയ ഒരു ഡ്യൂ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ്. ഏതായാലും നല്ലൊരു വെടിക്കെട്ട് പോരാട്ടത്തോടു കൂടി IPL ആരംഭിക്കട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീഡിയോ എത്താം.